ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഇനിയൊരു പരീക്ഷാക്കാലം വരികയാണ് അല്ലേ? കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. അത് ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വരുന്നത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലേ? അപ്പോൾ പാരഗ്രാഫ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ നോക്കി എഴുതണം. ഈ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പമാവാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മൾ എന്ത് പഠിക്കണം? ക്വസ്റ്റ്യൻ വേർഡ്സ് പഠിക്കണം അല്ലേ? എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ വേർഡ്സ്? ഐന എവിടെ, മാത എന്ത്, മത എപ്പോൾ, കൈഫ എങ്ങനെ, മൻ ആര്, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് പഠിക്കണം. പിന്നെ കുറച്ച് ഫിയലുകൾ അല്ലേ? സഹബ, ജ, ദറസ, കതബ, ഇങ്ങനെയുള്ള കുറച്ച് വേർഡ്സും കൂടെ മനസ്സിലാക്കി വെക്കണം. അത് കഴിഞ്ഞ് നമ്മൾ പാരഗ്രാഫ് വായിക്കുമ്പോൾ പിന്നെ ക്വസ്റ്റ്യൻ നോക്കിയാലും അത് നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും. അപ്പോൾ പാരഗ്രാഫ് വായിച്ചു നോക്കാം. ذهب علي إلى المدرسة صباحا. دخل الفصل مع أصدقائه. درس اللغة العربية وكتب الواجب. في الوقت الفسحة لعب مع أصحابه. عاد إلى البيت سعيدا. അല്ലേ? എന്താണ്? അലി മദ്രസയിൽ രാവിലെ എത്തി, പിന്നെ ക്ലാസ്സിൽ കൂട്ടുകാരൻ്റെയോടൊപ്പം പോയി അറബി പഠിച്ചു, പിന്നെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഫ്രീ ടൈം കിട്ടിയപ്പോൾ കളിച്ചു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം അല്ലേ? ഇല ഐന സഹബ അലി. ഇല ഐന, ഐന അല്ലേ? പിന്നെ സഹബ, എവിടെയാണ് പോയത്? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? മദ്രസയിലേക്കാണ് പോയത് അല്ലേ? അൽ മദ്രസ. പിന്നെയോ മാത ദറസ അലി ഫിൽ മദ്രസത്തി. മാത എന്താണ് ദർസ പഠിച്ചത് അല്ലേ? ആര്? അലി. എന്താ പഠിച്ചത്? അല്ലുഅത്തുൽ അറബിയാണ് പഠിച്ചത് അല്ലേ? പിന്നെ മൂന്നാമത്തെ ചോദ്യം മത എപ്പോൾ അല്ലേ? സഹബ പോയത് അലി ഇലൽ മദ്രസത്തി. മദ്രസയിലേക്ക് എപ്പോഴാണ് പോയത്? മസാഹനാണോ സ്വബാഹനാണോ? സ്വബാഹൻ അല്ലേ? സ്വബാഹനാണ്. പിന്നെ ആദ അലി ഇലൽ ബൈത്തി. അവിടെ ചോദ്യം ഇല്ല അല്ലേ? എന്താണ്? ആ സെൻറ്റൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെ പാരഗ്രാഫിലുണ്ട് അല്ലേ? ആദ അലി ഇലൽ ബൈത്തി സഴീദൻ. അപ്പോൾ സഴീദൻ. അപ്പോൾ നമ്മൾ സമയം പഠിച്ചിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ് സമയം പറയേണ്ടതെന്ന് അറബിയിൽ. അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ തന്നിരിക്കുന്നത് 7 o'clock ആണ്. ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. എക്സാമിന് ചിലപ്പോൾ ഓപ്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്തായാലും നിങ്ങൾ സമയം എങ്ങനെയാണ് പറയുന്നതെന്ന് പഠിച്ചു വെക്കുക, എഴുതിയിട്ട് പഠിക്കുക. ഓക്കെ? അപ്പോൾ 7 o'clock എന്താ പറയുക? സബുകയാണ് അല്ലേ? 7. അപ്പോൾ അസാഅത്തു സാബിയ. 9:30 വന്നു അല്ലേ? അപ്പോൾ നിസ്ഫ് കൂട്ടി പറയണം. അസാഅത്തു താസിയ വൻ നിസ്ഫ്. നെക്സ്റ്റ് 1 o'clock ആണ്. അസാഅത്തുൽ വാഹിദ. ഇനി 6:30. അസാഅത്തു സാദിസ വൻ നിസ്ഫ്. ജമ്മ് മുഫ്രദ് അല്ലേ? മുഫ്രദിൻ്റെ ജമ്മാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മുഫ്രദ് വന്നിട്ടുണ്ട്, ജമ്മ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസിനും ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് എന്താ? കിതാബാണ്. കിതാബിൻ്റെ ജമ്മ് എന്താ നമ്മൾ പഠിച്ചത്? കുത്തുബ്. ത്വാലിബിൻ്റെ ജമ്മ് തുല്ലാബ് അല്ലേ? ബിൻതുൻ ബനാത്ത്. കലമ് അക്ലാമ്. അടുത്ത് നോക്കി ഈ സെൻറ്റൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം അല്ലേ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഓപ്ഷൻസ് താഴെയുണ്ട്. അപ്പോൾ അൽ വലതു ഡാഷ് ഫിൽ ഹദീഖത്തി. ഹദീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തോട്ടാണ് അല്ലേ? അവിടെ എന്തായിരിക്കും വലത് ചെയ്യുന്നുണ്ടാവുക? യലബു ആണോ യക്തുബു ആണോ? യലബു ആയിരിക്കും അല്ലേ? രണ്ടാമത്തത് എന്താ? അഹമ്മദ് ഡാഷ് ഇലൽ മദ്രസത്തി. അഹമ്മദ് മദ്രസയിലേക്ക് യസ്ഹബു ആണോ യഅ്കുലു ആണോ? യസ്ഹബു ആണ് വരിക. മൂന്നാമത്തത് നോക്കിയേ. അത്തിൽമീസു ഡാഷ് അദർസ. കുട്ടി വിദ്യാർത്ഥി എന്ത് ചെയ്തു? അദർസ എന്താ ചെയ്തത്? യക്തുബു ആണോ യഷ്റബു ആണോ? യഷ്റബു എന്ന് പറഞ്ഞാൽ കുടിക്കുകയാണ്. അപ്പോൾ യക്തുബു എന്ന് പറഞ്ഞാൽ എഴുതുക. അപ്പോൾ അത്തിൽമീസു യക്തുബു അദർസ. നാലാമത്തത് അത്തിഫുലു ഡാഷ് അത്ത്വആം. ത്വആം എന്ന് പറഞ്ഞാൽ ഫുഡാണ് അല്ലേ? തിഫുല് കുഞ്ഞ്. അപ്പോൾ കുട്ടി. യഅ്കുലു ആണോ യനാമു ആണോ? ഭക്ഷണം എന്ത് ചെയ്യുക? കഴിക്കുകയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ യഅ്കുലു. അത്തിഫുലു യഅ്കുലു ത്വആം.